നമ്മൾ പച്ചക്കറി തോട്ടത്തിലാണുള്ളത്. പാട്ടവേലം അങ്ങോട്ട് പിടിച്ചോടാ പറഞ്ഞു. റോസിൽ നിന്നെ കാണാൻ റോസ് പൂവെ പോലെയുണ്ട്. ഞാൻ തന്നെ നട്ടു വളർത്തിയ വായത്തോട്ട് പറിച്ചോളൂ ധൈര്യമായിട്ട് പറിച്ചോളൂ. ഞാൻ ഉണ്ടാക്കിയ കൃഷി ആരും ഇവിടെ ചോദിച്ചങ്ങളാണ് ഗൈസ്. എല്ലാം മുറിയെ പണിയെടുത്ത പച്ചക്കറി തോട്ടം ഏർപ്പാടോടെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. നൃത്തമാടുന്നു. നീ ചിരിക്കണ്ടടാ, നീ ചിരിക്കണ്ട. എല്ലാ വിളവും ഒപ്പിച്ചിട്ടും ചിരിക്കുക. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാമി, വളരെ ബ്യൂട്ടിഫുൾ ആയ കുഞ്ഞാമി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു യാത്രയിലാണ്. നമ്മൾ അമ്മായിൻ്റെ അവിടെ പോവുകയാണ് അപ്പാപ്പനെ കാണാൻ. അപ്പാപ്പ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. ഉമ്മയൊക്കെ അതാ മുന്നിൽ പോയിട്ടോ, അതിന് ഏറ്റുപ്പമേ ഉണ്ട്. ഞങ്ങളിങ്ങനെ ബേക്കിൽ മെല്ലെ മെല്ലെ അങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പിന്നെ ഫസ്റ്റ് നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ മുമ്പുള്ള വീഡിയോ കാണാം. അവിടെ എത്തുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പുള്ള ഒരു ബേക്കറിയിൽ നിർത്തി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച്. ഇവിടെ ഒരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഇവിടെ കയറിയപ്പോൾ ഞെട്ടിപ്പോയി. അത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മോനാണെങ്കിൽ കാറിന് ഉറങ്ങാൻ കഴിയായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവന് കുളി കഴിഞ്ഞാൽ നല്ലൊരു ഉറക്ക് പാസ്സാവുന്നതാണ്. അപ്പോൾ ആ ഉറക്ക് റെഡി ആവായിട്ട് ഇങ്ങനെ ചിണുങ്ങി കളിക്കുന്നുണ്ട് ആള്. അപ്പം ഞാൻ വിചാരിച്ച അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് മോനെ ഉറക്കാന്ന്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങിയതാ ഞങ്ങൾ പോവാണിതാ. ആള് ഒരു വിധം ഞാൻ ആളെ കരച്ചിലൊക്കെ സെറ്റ് ആക്കി ഒപ്പിച്ചിട്ടോ ചിരിക്കുക. അങ്ങനെ ഒരു കണക്കിന് ഇതാ നമ്മൾ കാരക്കുന്നത്ത് എത്തിയിട്ടുണ്ട്. ഓലൊക്കെ മുന്നിൽ പോയിട്ടോ. ഞങ്ങൾക്കൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ മെല്ലെ മെല്ലെ പോയതാണ്. ഞങ്ങൾ ആ പാപ്പനെ കാണാൻ എത്തിയപ്പോൾ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ ഇവിടെ കണ്ടിട്ടോ. നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ കരിഞ്ഞു പോകും. ആ ഒരു സമയത്ത് ഇതാ കുഞ്ഞാമി നല്ല തണുത്ത പിസ്ത കസ്കസ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ കുടിച്ചില്ല കേട്ടോ, എന്നെ കുടിപ്പിക്കുകയില്ല മധുരമായതുകൊണ്ട്. പിന്നെ അതാ മോന് നല്ല കരിച്ചിലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു വൈക്ക് ഞാൻ മോനെ ഉറക്കി തൊട്ടിലില്ലാത്തത് കൊണ്ട് 2 സൈഡിൽ തലക്കാണിയൊക്കെ വെച്ച് ഞാൻ കിടക്കമ്മ കിടത്തി പോന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയ പച്ചക്കറികൾ കേട്ടോ. വെള്ളരി നല്ല തേങ്ങ അരച്ച് ചാറ് വെച്ചാൽ നല്ല രസമാണ് ചോറിന്. ഇഷ്ട പരിപ്പ് ഇട്ടിട്ട് വെക്കൂലേ. ഈ കാണുന്ന എല്ലാ ഐറ്റം പച്ചക്കറികളും ഇവരിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഓർഗാനിക് പച്ചക്കറി കൊണ്ടാണ് ഇന്നത്തെ സാമ്പാർ. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ നാടൻ പച്ചക്കറി വെച്ചിട്ട് കറി വെക്കാന്ന് ഇവരൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ എവിടെയും കിട്ടാത്തൊരു ഐറ്റംസ് അല്ല. അതുമല്ല നല്ല സ്പെഷ്യലായിട്ട് കയ്പ ഇവരുണ്ടാക്കിയത് തന്നെ ഉണക്കി എടുത്തിട്ട് അത് ഇതാ പൊരിച്ചതാണ് കേട്ടോ. ഇതൊക്കെ പലതരം മാക്സികളാട്ടോ. ഇത് ചുവന്ന മാക്സി, ഇത് പച്ച മാക്സി, ഇത് നീല മാക്സി. മാക്സി പ്രത്യേകം എടുത്ത് കാണിക്കാൻ പറഞ്ഞേക്കണം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാമി, വളരെ ബ്യൂട്ടിഫുൾ ആയ കുഞ്ഞാമി. ഈ കുഞ്ഞാമിന്റെ വീട്ടിലാട്ടോ ഞങ്ങളിന്ന് വന്ന്. അങ്ങനെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ പച്ചക്കറി കാണാൻ വേണ്ടി ഇവിടെ കൃഷിയിടങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. വയലിൽ പോവാ. നമ്മൾ വയലിൽ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനി വയലുണ്ട് ഇവിടെ. നല്ല പച്ചക്കറിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാ. എല്ലാവരും നടക്കുന്നുണ്ട്. ഞാനും പൊട്ടേട്ടരാ. കുളമാണോ അല്ലെങ്കിൽ ചളി? നല്ല ആയുണ്ടോ? നല്ല രസമുണ്ട്. എൻ്റെ മുഖം 2 സൈഡ് ചോന്നിട്ട് മറ്റേ റോസ് പൗഡർ ഇട്ടോണുണ്ട്. ഇപ്പൊ കണ്ടോ നല്ല നാടൻ കായ്പ പഴുത്ത് പോയിട്ടുണ്ടെന്ന് മാത്രം. കൊല്ല ഗൈസ്, ചാമ്പിയാലോ. എടുക്കണ്ട കൂടൊക്കെ കൂട്ടി കൊടുത്തുക്കണല്ലോ മത്തനിതാ. ഗൈസ്, നമ്മൾ എത്തിയിട്ടുള്ളത് വീവന്റെ ഉപ്പന്റെ പച്ചക്കറി തോട്ടത്തിലാണ്. നമുക്ക് പച്ചക്കറി തോട്ടം ആയി നിറങ്ങാം. നമുക്ക് പച്ചക്കറി കാണാം. ഇതാണ് ഇവരുടെ കയ്പത്തോട്ടം. കയ്പ കാണുന്നില്ല. കയ്പ കണ്ടു ദാ കാണുന്നുണ്ടോ ഗൈസ്? ഒരു കയ്പ കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാ. നല്ല അടിപൊളിയും ഇങ്ങനത്തെ നാടൻ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കിടന്നോ കിട്ടുമോ നോക്കിതാ.
ഇനിയുണ്ട് ഇതാ ക്യാൻസർ. ഞാൻ മാത്രമേ കാണിക്കൂ, ഞാനേ കാണിക്കൂ. ഇതെന്താ സാധനം എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് കുമ്പളങ്ങാണെന്ന്. ഐ മീൻ കുമ്പളങ്ങ. ഇത് നമ്മുടെ സ്വന്തം വെണ്ടരിക്ക. വെണ്ടയുണ്ട്, ചീര 2 കളറുണ്ട് കേട്ടോ. ചുവപ്പും ഉണ്ട് പച്ചയുണ്ട്. പിന്നെ നമ്മുടെതാ ഇതിൻ്റെ പേരെന്തായിരുന്നു, കോവക്കല്ല, പടവലം. അയ്യാ പടവലം. ഇതാണ് കേട്ടോ പടവലം. കണ്ടോ, കുറച്ച് സൂം ചെയ്ത് കാണിച്ചതാണ്. അവിടെ ഫുള്ള് ഇതാ വാഴ ഉണ്ട്, വെണ്ട ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടിയാ നിങ്ങൾ കാണുന്നുണ്ടോ ഡോറാ? ടൈം പാ എന്റെ കയ്യിലുണ്ട്. നമ്മൾ പച്ചക്കറി തോട്ടത്തിലാണുള്ളത്. വെള്ളം ഒഴിക്കുന്ന ഷോട്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കലും ഉണക്കമല്ല, ഞാൻ വിചാരിച്ചത് നശിച്ചു പോയ പച്ചക്കറിയാണ്. ആ കക്കിരിയ, ആ കുഷ്ഠരോഗം പിടിച്ച കക്കിരിയതാ. എന്റെ വാപ്പ ഹോസ്പിറ്റലായേ. എന്റെ ഫേസ് എന്തെങ്കിലും റെഡിഷ് ആയിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, എന്റെ ഡെലിവറിന്റെ സമയത്ത് എനിക്ക് ചെറിയൊരു അലർജി ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടർ ഒക്കെ കാണിച്ച് ബെറ്റർ ആയി വരികയാണ്. നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഫേസിൽ. നമുക്ക് പോവാം നനിക്കാൻ. എനിക്ക് 2 പടവലങ്ങ പറിച്ചു തരട്ടെ ഞാന്. ഏതാ പടവലം? പടവലം കാണിച്ചോണ്ടാ. പടവലം. പടവലം കാണിച്ചോണ്ടാ. ണ്ട് ഗൈസ്. ഈ പടവലായത് എന്റേത്, ഞാൻ തന്നെ നട്ട് വളർത്തിയ. ഇന്ന് ഞങ്ങൾ ഇതാ ഇവിടുന്ന് കൃഷി പറിച്ചിട്ടുണ്ട്. അല്ല, വെള്ളരി പറിച്ചിട്ടുണ്ട്. റോസിൽ നിന്നെ കാണാൻ റോസ് പൂവെ പോലെയുണ്ട്. ആയിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന കോവളം. ഇതിന്റെ പേരെന്താ? പറിച്ചോളൂ, ധൈര്യമായിട്ട് പറിച്ചോളൂ. ഞാൻ ഉണ്ടാക്കിയ കൃഷി ആരും ഇവിടെ ചോദിച്ചാൽ ഇതൊക്കെ അല്ലേ ഒരു ഹാപ്പിനെസ്. കിട്ടിയോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? കിട്ടാനുള്ളത് കിട്ടി. അത് പറിക്കട്ടെ? സെറ്റ് ഇങ്ങോട്ട് നോക്ക്. സെറ്റ് പറ. സെറ്റ് പറിക്കാം. ഇതങ്ങാ പറിച്ചിട്ട് ഈ മരങ്ങാ വീണ വിളിഞ്ഞ കൊല്ലും. ഇനി പറിച്ചോളാൻ പറഞ്ഞിട്ട് നമുക്കിന്ന് കറി വെക്കാനുള്ളതായില്ലേ? സെറ്റ്. ഏർപ്പാടോടെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അയ്യോ, കുളം കാണിക്കാൻ മറന്നു. ഇത് കാക്കൻ്റെ ഉപ്പൻ്റെ വേറൊരു പെങ്ങളാണ് കേട്ടോ. കുഞ്ഞാമ്മയ്ക്ക് വാവനെ കണ്ടു കഴിഞ്ഞാൽ പോവാനേ തോന്നൂല. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ എടുത്ത് വന്ന് കിടക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ പോവാണേ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്തൊരു പെടച്ചിലായിരുന്നു. കുഞ്ഞാമിമാരൊക്കെ എല്ലാവരെയും കാണാനാവുമെന്ന് വിചാരിച്ചിട്ടേ ലാപ്പാപ്പനെ കാണാൻ വേണ്ടി എത്തിയതാണല്ലോ. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടുന്ന് പോരാനേ തോന്നിയില്ല. കുഞ്ഞാമി പോകുന്ന സമയത്ത് നല്ല നാടൻ പച്ചക്കറിയൊക്കെ കൈ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.